ശ്രീ അനൂപ്, ഇപ്പോൾ നമ്മൾ ഈ കേട്ട ഈ പ്രതികരണം കെ മുരളീധരൻ എന്ന തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി പറഞ്ഞതാണ്. നട്ടും ബോൾട്ടുമില്ലാത്ത ഒരു സംവിധാനത്തിൽ കൊണ്ടുചെന്നിറക്കി ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. 86,000 വോട്ട് പോയത് വിദ്വാൻമാർ അറിഞ്ഞില്ല. ഇപ്പോഴും ഇരുട്ടിൽ തൽപ്പുകയാണ് KPCC എന്ന് പറയാനാകില്ല. KPCCക്ക് കൃത്യമായ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികളിലേക്ക് പോകാത്തത് എന്താണ് എന്നാണ് കേരളം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ അനൂപ്, ഞാൻ യാത്രക്കിടയിലാണ് ഇതിന്റെ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ അറിയിച്ചിരുന്നു. ഫോൺ പ്രശ്നം പറഞ്ഞിരുന്നു, എന്നാലും ടെലിഫോണിൽ പ്രതികരിക്കാൻ തയ്യാറായതാണ്. ഇതിനകത്ത് കോൺഗ്രസിനകത്ത് ചില ആഭ്യന്തര പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. കോൺഗ്രസ് അതിനെ അഭിമുഖീകരിക്കാൻ തയ്യാറായി. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു അന്വേഷണ കമ്മീഷൻ നിയോഗിച്ചത്. പക്ഷെ ഇത് പറയുമ്പോഴും കേരളത്തിൽ പൂരവുമായി ബന്ധപ്പെട്ട ഒരു ഭരണകക്ഷി MLA തന്നെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഇപ്പോഴും വ്യക്തത വരുത്താൻ കഴിയാത്ത ഒരു ഭരണ സംവിധാനമാണ് ഈ സംസ്ഥാനത്തിൽ നിൽക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് BJP ഒരു സീറ്റ് നേടി എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് അത് പരിശോധിക്കേണ്ട ഒന്നാണെന്നുള്ള. അല്ല അനൂപ്, വെറുതെ അങ്ങ് പരിശോധിച്ചാൽ മതിയോ? കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, BJP ഒഴിച്ചുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും BJPക്ക് അക്കൗണ്ട് തുറക്കാതിരിക്കാൻ എടുത്ത നിലപാടുകൾ, ഇവിടെ കോൺഗ്രസ് 86,000 വോട്ട് കൊണ്ടുചെന്ന് കൊടുക്കുകയാണ് BJPക്ക്, എന്നിട്ട് അക്കൗണ്ട് തുറക്കുന്നു. അത് വളരെ ലാഘവത്തോടെ എങ്ങനെ അനൂപിന് പറയാൻ കഴിയുന്നു? ലാഘവത്തോടെ അല്ലല്ലോ, അത് ഗൗരവമായ പ്രശ്നമായതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് അതിനെ അഭിമുഖീകരിക്കാൻ അന്വേഷണ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ എക്സസൈസിന് തയ്യാറായത്. അതേസമയം ഒരു ഭരണ സംവിധാനത്തിന്റെ ഭാഗമായി ഭരണതലത്തിൽ ഗൂഢാലോചന തടഞ്ഞു എന്ന് പറയുന്ന കൂടുതൽ ഗൗരവതരമായ കുറ്റകൃത്യം അവിടെ നിലനിൽക്കുകയാണ്. ഇത് പറഞ്ഞത് ഒരു രാഷ്ട്രീയ ആരോപണം എന്നുള്ള നിലയ്ക്ക് ഞങ്ങളാരുമല്ലല്ലോ. ഞങ്ങളത് പൂരത്തിന്റെ സമയത്ത് തന്നെ ഉന്നയിച്ചതാണ്. അത്തരം ഒരു ആരോപണം KV അബ്ദുൽ ഖാദർ ഉൾപ്പെടെയുള്ള, ഞാൻ മറ്റൊരു ചാനൽ നടന്ന ചർച്ചയിൽ ഞാൻ പങ്കെടുത്ത ആളാണ്. ഞാൻ അന്നത്തെ ആരോപണം ഉന്നയിക്കുമ്പോൾ KV അബ്ദുൽ ഖാദറിനെ സംബന്ധിച്ച് അതൊരു രാഷ്ട്രീയ ആരോപണമായിരുന്നു. ഇന്ന് അദ്ദേഹത്തിന് അത് പറയാൻ കഴിയുമോ? കാരണം CPMന്റെ പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമായ ഒരു അംഗം തന്നെ അത് ഉന്നയിക്കുകയാണ്. LDFന്റെ ഘടകകക്ഷി തന്നെ ഉന്നയിക്കുകയാണ്. ഞാൻ ഒരിക്കലും കോൺഗ്രസിന്റെ സംഘടന അത് തന്നെയാണ് അനൂപ് ഇവിടെ ഉയരുന്ന പ്രശ്നം. ഈ മുരളീധരൻ പറഞ്ഞ വാക്കുകൾ താങ്കൾ കാണാതെ ഇരിക്കരുത്. അന്ന് അവിടെ നടന്നത്, ഇന്നിപ്പോൾ മന്ത്രി കെ രാജൻ പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. പരിചിതരായ ചില അപരിചിതർ അവിടെ വന്നതടക്കമുള്ള കാര്യങ്ങൾ. തൃശ്ശൂർ പൂരം വിഷയം അവിടെ നിൽക്കട്ടെ, നമുക്ക് ആ ചർച്ചയിലേക്ക് വരാം. ഇവിടെ വിഷയം അദ്ദേഹം പറഞ്ഞത്, കെ മുരളീധരൻ പറഞ്ഞത് തന്നെ പ്രസക്തമായി നിൽക്കുക. 2 തരത്തിലാണ് തോൽപ്പിച്ചത്. ഒന്ന്, സംഘടനാ സംവിധാനം അമ്പേ പരാജയപ്പെട്ടു. നട്ടും ബോൾട്ടും ഇല്ലാത്ത തരത്തിൽ ആക്കിയ ഒരു സ്ഥലത്തേക്ക് മുരളീധരനെ കൊണ്ടിറക്കിയത് എന്തിനാണ്? അങ്ങനെ ഒരാളെ കളിയാക്കി വിടാമോ കേരളത്തിലെ സമുന്നതനായ നേതാവിന്? അതുമാത്രമല്ല, ഗുരുതരമായ വിഷയം ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾ അക്കൗണ്ട് തുറന്നു കൊടുത്തു, 86,000 വോട്ട് നിസ്സാര കണക്കല്ല. അങ്ങനെ ഒരു സാഹചര്യം നിൽക്കുമ്പോൾ നിങ്ങൾ അതിനെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് പോകരുത്.